ಕಣ್ಣಿಗೆ ಕಾಣುವ ಈ ಲೋಕದಲ್ಲಿ ಒಂದು ಸ್ಥಿರವಲ್ಲ, ನಶಿಸದಿರುವುದು ಕ್ರಿಸ್ತೇಸುವಿನ ಪ್ರೀತಿ ಸ್ಥಿರವಾಗಿ ನಿಲ್ಲುವುದು. ಕಣ್ಣಿಗೆ ಕಾಣುವ ಈ ಲೋಕದಲ್ಲಿ ಒಂದು ಸ್ಥಿರವಲ್ಲ, ನಶಿಸುವುದಿರುವುದು ಕ್ರಿಸ್ತೇಸುವಿನ ಪ್ರೀತಿ ಸ್ಥಿರವಾಗಿ ನಿಲ್ಲುವುದು. ಯೇಸು ಸಾಕು ನನಗೆ ನಶಿಸುವ ಲೋಕದಲ್ಲಿ, ನನಗೆ ಮತ್ತೇನು ಬೇಡ. ಯೇಸು ಸಾಕು ನನಗೆ, ಯೇಸು ಸಾಕು ನನಗೆ ನಶಿಸುವ ಲೋಕದಲ್ಲಿ, ನನಗೆ ಮತ್ತೇನು ಬೇಡ. ಯೇಸು ಸಾಕು ನನಗೆ, ಯೇಸು ಸಾಕು ನನಗೆ, ಯೇಸು ಸಾಕು ನನಗೆ. ഹലോ, പ്രൈസ് ലോർഡ്. എന്തുകൊണ്ട് വിശേഷം? സന്തോഷമായിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. സുഖമായിരിക്കുന്നല്ലോ. എഴുന്നേറ്റിട്ട് ചായ തിളപ്പിച്ചു കുടിച്ചുകൊണ്ട് ഇത് കേൾക്കണേ. പിന്നെ ഇത് കേൾക്കുമ്പം മൊബൈൽ കൊണ്ട് സ്റ്റൗവിൻ്റെ അടുത്ത് വെക്കരുത്. ഗ്യാസ് അവിടെ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് കുറച്ച് മാറ്റി വെച്ചിട്ട് സന്ദേശം കേൾക്കാം. പിന്നെ എന്നാണ്ട് വിശേഷം? രാവിലെ ശരീരത്തിന് ഭയങ്കര വേദനയായിരിക്കും അല്ലേ? മരുന്നൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും പാസ്റ്റർ ഇപ്പോഴും ഒരു ശരിയായൊരു സുഖം കിട്ടിയിട്ടില്ല. അങ്ങോട്ട് വേദനയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വേദനയുണ്ട്. പിന്നെ ആശുപത്രി പോകാൻ പേടിയായതുകൊണ്ട് പോകാത്തതാണ്. അവിടെ ചെല്ലുമ്പോൾ ഇനി വേറെ വല്ല എന്ന് പറയുകയും ചെയ്യും. പിന്നെ അത് ബുദ്ധിമുട്ടാവും. കർത്താവ് സൗഖ്യം തന്നാൽ മതി എന്ന് വിശ്വസിച്ച് കാത്തിരിക്കുകയായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ദൈവം നിങ്ങൾക്ക് അല്പ സൗഖ്യം നൽകും. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യും. സ്തോത്രം. പിന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ കർത്താവിന് പ്രധാനപ്പെട്ട ഒരാളായതുകൊണ്ടാണ്. എല്ലാവരും പ്രധാനപ്പെട്ടവരാണ് കേട്ടോ. നമ്മൾ നമ്മുടെ സ്കെയില് വെച്ച് ആത്മീയത അളന്ന് മനുഷ്യരെ മാറ്റി നിർത്തരുത്. സ്തോത്രം. ആരെയും ഒട്ടും മോശമായിട്ട് കാണരുത്. അവരുടെ നിലപാടുകൾക്കെതിരെ വചനമായിട്ട് ശക്തമായിട്ട് സംസാരിച്ചു, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു മനുഷ്യനെ മോശമായിട്ട് കാണരുത്. ദൈവത്തിന് സ്തോത്രം. അവന് ചിലപ്പം കാണത്തക്ക സൗന്ദര്യമോ കളറോ ഒന്നും ഉണ്ടായെന്ന് വരികയില്ല. അത് വെച്ച് നിങ്ങൾ അവരെ അളക്കാൻ പോകരുത്. അത് ഭയങ്കര അപകടം നിങ്ങൾക്കുണ്ടാക്കും. സ്തോത്രം. ഞാൻ എൻ്റെ പല പ്രഭാഷണത്തിലും ഞാൻ സംസാരിക്കുമ്പോൾ ബോധവൽക്കരണം കൊടുക്കുന്ന സന്ദേശമുണ്ട്. അപ്പോൾ തന്നെ ആ സഭയ്ക്കകത്ത് ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ദൈവവചന വെളിച്ചത്തിൽ തെളിയിച്ച് സംസാരിക്കാറുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയരെ, എൻ്റെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ. ആളുകൾ കർത്താവിനെ സ്നേഹിക്കണം, അത്രേ ഉള്ളൂ. സ്തോത്രം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ കേൾക്കാൻ പോകുന്ന കാഹളം നിങ്ങൾക്കും എനിക്കും വേസ്റ്റ് ആകരുത്. അത് നമുക്ക് പ്രയോജനമാകണമെങ്കിൽ നാം എങ്ങനെ നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കണം എന്നാണ് ഞാൻ എൻ്റെ പ്രഭാഷണത്തിലൂടെ ദൈവമക്കളോടാണ് സംസാരിക്കുന്നത്, അല്ലാതെ നാട്ടുകാരോടല്ല കേട്ടോ. നാട്ടുകാരോടല്ല. നമ്മളെല്ലാം പ്രാർത്ഥിക്കും, കർത്താവേ രാജ്യത്ത് സമാധാനമുണ്ട്. പിന്നെ അങ്ങനെയൊന്നും ഉണ്ടാകുന്ന സാധനമല്ല ഇത് കേട്ടോ. എല്ലാവരും പ്രാർത്ഥനയാണ്, കർത്താവേ രാജ്യത്ത് സമാധാനമുണ്ട്. നല്ല കാര്യമാണ്, പ്രാർത്ഥിച്ചു. പക്ഷെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. സഭയുടെ ഓരോ ലേഖനം എടുത്ത് നോക്കിയ 7 വാക്യത്തിനകത്ത് ആർക്കാ സമാധാനം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊന്നും അറിയാൻ പാടില്ലാതെ ചുമ്മാ അങ്ങ് വെച്ച് വിട്ടേക്കരുത്. ഞാനിപ്പം പ്രസംഗിക്കുന്നവർക്കെല്ലാം പറഞ്ഞൊരു കാര്യം, എൻ്റെ കൂടപ്പുറപ്പെ യേശുവിനെ അനുഗമിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഈ ബൈബിളും തിരിച്ചാ ഉപദേശിച്ച് കൊടുത്തിട്ട് പൊക്കോ, വെറുതെ നേരം കളയണ്ട. ഞങ്ങൾ ഈ ആളെ കൂട്ടാൻ വേണ്ടി നടക്കുന്ന ആളല്ല.
ഞങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ക്രിസ്തുയേശു പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, നിത്യജീവൻ കൊടുക്കുന്നു. ഇത് പറയാനാണ് ഞങ്ങളെ ഏൽപ്പിച്ചേക്കുന്നത്. അത് ഞങ്ങൾ പറയുന്നു, സൗകര്യമുള്ളവർ കേൾക്കുക, വിശ്വസിക്കുക, ക്രിസ്തുവിനെ ഫോളോ ചെയ്യുക. സ്തോത്രം. ഇതാണ്. അല്ലാണ്ട് എല്ലാവരും ആ കുടുംബം പോവോ, പോട്ടെ. അല്ല പിന്നെ ചേടാ എന്താ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത്? ഇങ്ങനെ കയ്യാലെ എന്തു പറയാ, ഈ ഉന്തി തള്ളി തെങ്ങ കൈ എടുത്താൽ ഞാൻ താഴോട്ട് പോകും. ചേടാ അവൻ ഈ പുസ്തകം എന്നറിയത്തില്ല, ക്രിസ്തുവുള്ള വിശ്വാസം എന്തെന്നറിയത്തില്ല, ക്രിസ്തു കൊടുക്കുന്ന നിത്യജീവനെ കുറിച്ച് അറിയില്ല, ക്രിസ്തു കൊടുക്കുന്ന മരണാനന്തര ജീവിതത്തെ കുറിച്ച് അവൻ അറിയില്ല. അവനോടിത് പറഞ്ഞു കൊടുത്തിട്ട് അവനത് വേണ്ടെങ്കിൽ എന്റെ കൂടെ പുറപ്പോ അവൻ പോട്ടെന്നേ. ഷടാ ഇത് കൊള്ളാലോ. ലോകം മുഴുവൻ എല്ലാവരും രക്ഷിക്കപ്പെടുന്നല്ല, എല്ലാവരും രക്ഷിക്കപ്പെടാൻ ദൈവത്തിന്റെ ആഗ്രഹം ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. പക്ഷെ ഭൂലോകത്തിലൊക്കെ ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നേ ഉള്ളൂ കേട്ടോ. എല്ലാവരും രക്ഷിക്കപ്പെട്ടത് അവരോട് വരുമെന്നൊന്നും ഇല്ല. ഈ കഥ അറിയാതെ ആട്ടം കണ്ടുകൊണ്ട് ഈ ആൾക്കാരെ ശ്രദ്ധിച്ചേ, ഞാൻ പറഞ്ഞു വരട്ടെ. അപ്പം എല്ലാവരും ദൈവത്തിന് പ്രധാനപ്പെട്ടവരാ. ആരെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല കേട്ടോ. ഏത് വ്യക്തി ആയിക്കോട്ടെ, അവരുടെ വീട് ചാണകം അല്ലെങ്കിൽ തളിച്ച് അടിച്ച് കഴുകിയ അല്ലെങ്കിൽ ഉണക്കിയെടുത്ത ഒരു തറയിലിരുന്ന് പായലിരുന്ന് പാടുന്ന ഒരു സഹോദരനോ സഹോദരി ആയിക്കോട്ടെ, പക്ഷെ അവൻ ദൈവത്തിന് പ്രധാനപ്പെട്ടവനാണ്. സ്തോത്രം. എവിടെയാ വാക്യെന്നല്ലേ? തരാം, വാക്യം തരാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 6-ന്റെ-44 വാക്യം ഞാൻ നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാവേ കേട്ടോ. 6-44 അത് നിങ്ങളൊന്ന് കേട്ടിരിക്കും, നല്ലത് ആ വാക്യം. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യമാണത്. യോഹന്നാന്റെ സുവിശേഷം 6-ന്റെ-44. ആ വാക്യം നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഇന്ന് കേൾക്കണം അത് കേട്ടോ. സ്തോത്രം. ആ വാക്യം ഇങ്ങനെയാ, ഇതാ കേട്ടോ. 6-ന്റെ-44. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയില്ല. മതി. അടുത്തത് വേറൊരു സെന്റൻസ് കൊടുത്തിരിക്കുക, 2 സെന്റൻസ് മാറ്റി മാറ്റി എഴുതിയിരിക്കുക കേട്ടോ. എൻ്റെ പിതാവ് നമുക്കിങ്ങനെ പറയാം, പിതാവ് ആകർഷിക്കാതെ ആരും പുത്രൻ്റെ അടുക്ക വരുന്നില്ല. നിങ്ങളെ ഞെട്ടിക്കുന്നൊരു കാര്യം ഞാൻ പറയാം, നിങ്ങളിത് കേട്ട് ഞെട്ടും കേട്ടോ. നിങ്ങളാ ഉദ്ദേശിച്ച ഒരു വിജാതി പറയത്തില്ലേ, അയാളെ പിതാവ് ആകർഷിച്ചതാന്ന്. പിതാവ് ആകർഷിച്ചെന്ന് നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ആ ടീമിനകത്തുള്ള പല ആൾക്കാർക്ക് ഇദ്ദേഹത്തെ അറിയത്തില്ല, പക്ഷെ പിതാവിനെ അറിയാം. എൻ്റെ ദൈവമേ, ഞാനേ ആ ഭാഗം ഒന്ന് ഈ ഗ്രീക്കിൽ നിന്ന് ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. നിങ്ങളുള്ള വാക്യമാണല്ലോ. All this sonomai pros me emi hohito pater pempomi herkotos kaigo anastemi otos ohito esketos fere. അങ്ങനെ കൊടുത്തേക്കുന്നേ. All this sonomai pros me emi ohito pater pempo. പാറ്റർ എന്ന് പറഞ്ഞാൽ പിതാവ്. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നത് പിതാവ് കണ്ടിരിക്കുന്നവൻ. ഭയങ്കര ആട്ടോ. നിങ്ങൾ ആ വാക്യം ഒന്ന് വായിച്ചു നോക്കണം. ഇംഗ്ലീഷിൽ വായിച്ചു നോക്കുമോന്നല്ല, നിങ്ങൾക്ക് ഭാഷ അറിയാമല്ലോ. പിതാവ്. എൻ്റെ ദൈവമേ, നിങ്ങൾ ആ വാക്യത്തിൻ്റെ ആഴം പിടികിട്ടിയോ ദൈവമക്കളെ? നിങ്ങൾ സാധാ ഉപദേശിന്നും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോലും അവസരം കൊടുക്കാതെ മാറ്റിയിട്ടില്ലേ? ആ ചങ്ങാതിനെ പിതാവ് ആകർഷിച്ചെന്ന്. നിങ്ങൾ ഭയങ്കരമായിട്ട് കാരണം ചൂടായില്ലേ? പാവത്തിന് ഓട്ടോ പോലും കിട്ടിയില്ല, നടന്നെത്തിയപ്പോൾ ലേറ്റ് ആയിപ്പോയി. നിങ്ങളത് കുറച്ച് ഗർജിച്ചില്ലേ അദ്ദേഹത്തോട്? കാരണം ഗർജിച്ചില്ലേ? ആ പാവത്തിനെ പിതാവ് ആകർഷിച്ചെന്ന്. ദൈവമേ, പിതാവ് ആകർഷിച്ചവനോടാ നിങ്ങളീ കിടന്ന് ചൂടായത്.
പിതാവ് ആകർഷിച്ചവനോടാണ് നിങ്ങൾ തരം താഴ്ത്തി കണ്ടത്. പിതാവ് ആകർഷിച്ചവനാ നിങ്ങൾ ഞങ്ങളൊരു സുവിശേഷകനൊക്കെ ആയിട്ടേ കണ്ടിട്ടുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞത്. നിങ്ങളുടെ കാഴ്ച എങ്ങനെയുണ്ട്? പിതാവിൻ്റെ കാഴ്ച എങ്ങനെയുണ്ട്? ആഴം പിടികിട്ടിയോ? അതുകൊണ്ട് ഒരു ദൈവദാസന്മാരെയും ഒരു ദൈവമക്കളെയും അങ്ങ് വില കുറച്ച് കാണണ്ട. കാരണം പിതാവ് ആകർഷിച്ചവൻ. ദൈവമേ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ വചനം ഇങ്ങനെ വണ്ടിയിലിരുന്ന് ധ്യാനിച്ച്, ഈ വചനം എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഭാര്യയോട് ചോദിച്ചൊന്ന് തപ്പിയെടുത്ത് തരണമെന്ന് പറഞ്ഞു. എൻ്റെ ഭാര്യ ഈ വാക്യം തപ്പിയെടുത്ത് തന്നെ. ചില സമയത്ത് അങ്ങനെ ഞാൻ വണ്ടിയിൽ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് ചില വാക്യങ്ങൾ ഇങ്ങനെ പരിശുദ്ധാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കും. കാരണം നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടുള്ള പോലെ ഞാനും ഇത് മുഴുവനും പല പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണ്. പക്ഷേ എവിടെ വാക്യം കിടക്കുന്നതെന്ന് പെട്ടെന്ന് തപ്പിയ കിട്ടത്തില്ല. എൻ്റെ ഭാര്യയോട് ചോദിച്ചപ്പം അത് പിന്നെ ഒരു ബൈബിൾ പുഴുവ എന്ന് പറഞ്ഞാൽ എവിടെ എന്നാ സാധനം ഉണ്ടെന്ന് ചോദിച്ചാൽ അന്നേരം എടുത്ത് തരും. ബൈബിൾ കോളേജിലൊന്നും പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേ രക്ഷിക്കപ്പെട്ട സമയം മുതൽ പുള്ളിക്കാരത്തി ബൈബിളിനകത്താണ്. എപ്പോൾ നോക്കിയാലും പ്രാർത്ഥന, എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥന. അത് ചിലപ്പം 12 മണി 1 മണിയാകും കഴിയുമ്പം. പണിയെല്ലാം ഇതിനിടയ്ക്ക് ചെയ്യുന്നുണ്ട്, എല്ലാ ജോലിയും ചെയ്യും. സ്തോത്രം. സകല പരിപാടിയും ചെയ്യും, പ്രാർത്ഥിക്കാനും ഇരിക്കും. ആമേൻ, സ്തോത്രം. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ഭാര്യ ചെയ്യുന്ന പോലെ തന്നെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് സഹോദരിമാർ, അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ശ്രദ്ധിച്ചേ. പിതാവ് ആകർഷിച്ചവർ. നമ്മുടെ സ്റ്റൈല് മാറ്റിക്കോ കേട്ടോ, സംസാര രീതി മാറ്റിക്കോ, മൊത്തം മാറ്റിക്കോ. നമ്മുടെ വ്യക്തികളോടുള്ള ഇടപെടിയിൽ മാറ്റിക്കോ. കാരണം പിതാവ് ആകർഷിച്ച, പിതാവുമായിട്ട് കണക്ഷനാണ്. പിതാവുമായിട്ട് കണക്ഷൻ. അമ്മോ, അതുകൊണ്ടേ ഞെട്ടിക്കോ, ചെവിയെന്ന് വിളിക്കോ. ആരോടെങ്കിലും വല്ലതും പറഞ്ഞിട്ടുണ്ടേ പിതാവ് ആകർഷിച്ചവനെയാ നിങ്ങളാ പറഞ്ഞത് മൊത്തം, ചെവിയെന്ന് വിളിക്കൂ. സ്തോത്രം. ഭയങ്കരം അപകട കേട്ടോ. ഇന്ന് രാവിലെ ഇതൊക്കെയാ പ്രിയരെ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന സാധനം. എൻ്റെ ഉള്ളിൽ ഒരു ശുശ്രൂഷകനെ കാണുമ്പം, ഒരു ദൈവദാസനെ കാണുമ്പം, ഒരു ദൈവ പൈതലിനെ കാണുമ്പം എൻ്റെ ഉള്ളിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സംവിധാനം ഇതൊക്കെയാണ്. ആ വ്യക്തിയെ കാണുമ്പോൾ ഞാൻ ചിരിച്ച് കാണിക്കുന്നത് ചിലപ്പോൾ എനിക്ക് വലിയ തലവേദന ഉണ്ടാക്കിയ ആളായിരിക്കും. എനിക്ക് വലിയ തലവേദന ഉണ്ടാക്കി പലർക്കും അറിയാവുന്ന ആളായിരിക്കും. എനിക്ക് ഭയങ്കര ഭാരപണിതായിരിക്കും. പക്ഷെ അയാളെ കാണുമ്പോൾ ഞാൻ കെട്ടിപ്പിടിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ, ഈ സാധനകത്ത് നടക്കുക. പിതാവ് ആകർഷിച്ചിട്ട് വന്ന, പിതാവ് ആകർഷിച്ചാണ്. ഇച്ചിരി പാടാ. കാരണം നമുക്ക് ഈ ഇതിനകത്തുള്ള കയ്യാങ്കളി രാഷ്ട്രീയമൊക്കെ അല്ലേ അറിയത്തുള്ളൂ. അതുകൊണ്ട് നമുക്കിതെല്ലാം വേർതിരിച്ച് തട്ടാക്കി ഇട്ടേക്കുക. നോത്തിങ് എൽസ്. നമുക്കിത് മടങ്ങി വരണം. പിതാവ് ആകർഷിച്ചവര്. പ്രാർത്ഥിച്ചാലോ? ഞാൻ സന്ദേശം നീട്ടുന്നില്ല. നിങ്ങൾക്ക് കാര്യം ബോധ്യപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി. പരിശുദ്ധാത്മാവോട് പറയുന്നു ഇവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. ആ കൈ ഇങ്ങോട്ടൊന്ന് വെച്ചേ, നെഞ്ചലോട്ടൊന്ന് വെച്ചേ. ഈ ഹാർട്ടിൻ്റെ അവിടെ വെച്ചു. പറയണം, എന്നോട് ചേർത്ത് പറയണേ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. എന്നോട് ചേർത്ത് പറയണം. കർത്താവായ യേശുവേ, ഞാൻ ഒരുപാട് പേര് വളരെ സ്കെയില് താഴ്ത്തി കണ്ടിട്ടുണ്ട്. ഞാൻ അവരെ എന്നെക്കാളും ചെറിയവരെന്ന് കണ്ടിട്ടുണ്ട്. ഞാൻ അവരെ എന്നെക്കാളും വിദ്യാഭ്യാസം കുറഞ്ഞവരെന്ന് കണ്ടിട്ടുണ്ട്. ഞാൻ അവരെ എന്നെക്കാളും ബൈബിൾ കോളേജ് പഠനം ഡിഗ്രി കുറഞ്ഞവരെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെക്കാളും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതെല്ലാം എന്നോട് ക്ഷമിക്കണമേ. ഇന്നെനിക്കൊരു കാര്യം ബോധ്യമായി. അങ്ങ് ആകർഷിച്ചിട്ട് കർത്താവായ യേശുവിൻ്റെ അടുക്കൽ വന്നവരാണ് ഇവരെല്ലാവരും എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഇന്നു മുതൽ എനിക്ക് ആ പാപം ചുമത്തരുതേ. ഞാൻ മനഃപൂർവ്വമായി അങ്ങോട്ട് ക്ഷമ ചോദിക്കുന്നു. ഒരു നല്ലവനും വിശ്വസ്തനും, ഒരു നല്ല സ്തോത്രം കർത്താവ് വാസ്തവമായിട്ടുള്ളൊരു ക്രിസ്തു ശിഷ്യനാക്കി എന്നെ മാറ്റണമേ. കർത്താവ്, ഞാനിപ്പോൾ ഈ പ്രാർത്ഥിച്ച് ഈ പ്രിയപ്പെട്ടവർ കൂടി പ്രാർത്ഥിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കണം. എന്നോട് ചേർന്ന് ആത്മാർത്ഥമായിട്ടാണ് പ്രാർത്ഥിച്ചതെങ്കിൽ കർത്താവെ, അവരോട് ആ പാപം നിർത്തരുത്. ദൈവം കൃപ ചെയ്യണം. ഞാനൊരു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അനുഗ്രഹമായി തീരണം. പ്രാർത്ഥന നന്ദി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയരെ, ദൈവം നിങ്ങളെ മാന്യനും ശ്രേഷ്ഠനുമായി കണ്ടിരിക്കുക. കുഴഞ്ഞ ചേറ്റിലായിരുന്നു അല്ലേ? നമ്മൾ കിടന്നതെല്ലാം കുഴഞ്ഞ ചേറ്റില്ല കേട്ടോ. അതിനിപ്പോൾ ഏത്
ക്രിസ്തീയ വിഭാഗത്തിൽ നിന്ന് വന്നാലും എല്ലാം കുഴഞ്ഞ ചേറ. ചേറ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ചേറിലാന്ന് പറയുന്നത്. അതിനൊന്നും കഥയൊന്നും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കേട്ട ഒരു കാര്യം, ഒരാൾ പറയാം, ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു ഇന്ന വിഭാഗത്തിൽ നിന്നാണ് വന്നത്. ചേടാ, അങ്ങനെ പിന്നെ അവിടെ നിന്നാ പോരായിരുന്നു, എന്തിനാ ഞാൻ പോന്നേ? അതോടെ എല്ലാം ചേറ. നമ്മളെ പൊക്കിയെടുത്തിട്ട് നിൽക്കുക. ഒരു വിശേഷതയും പറയാനില്ല. കർത്താവ് സ്നേഹിച്ചു, പിതാവ് ആകർഷിച്ചു, പുത്രൻ്റെ അടുക്കലെത്തി, രക്ഷ ലഭിച്ചു, നിത്യജീവൻ കരസ്ഥമാക്കാൻ ഓടിക്കൊണ്ടിരിക്കുന്നു. നിത്യജീവൻ, അതിന് മരണത്തിനപ്പുറത്ത് ജീവിതം. അത് കർത്താവ് നിങ്ങൾക്ക് തരും, എനിക്ക് തരും. അതുകൊണ്ട് മറക്കരുത്, ആരെ കണ്ടാലും, ഏത് വിശ്വാസിയെ കണ്ടാലും, ആരെ കണ്ടാലും എന്ന് പറഞ്ഞാൽ ഏത് രക്ഷിക്കപ്പെട്ട ദൈവവേദനെ കണ്ടാലും, ഏത് ശുശ്രൂഷകനെ കണ്ടാലും പെട്ടെന്ന് നിങ്ങളുടെ തലയ്ക്കകത്ത് കത്തേണ്ട സാധനം പിതാവ് ആകർഷിച്ചിട്ട് വന്നൊരു മനുഷ്യൻ. അത്രയും കണ്ടാൽ തന്നെ ഒരു 90% പാപത്തിൽ നിന്ന് ഒഴിവാകും നമ്മൾ, കേട്ടോ. അത്രയും ചിന്തിച്ചാൽ മതി. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും.